എല്ലാവരും തങ്ങളുടെ ഒരു പ്രായത്തിന് ശേഷം, അതായത് അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. ഉപജീവന മാർഗം നല്ലതായി ലഭിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതം സുന്ദരമാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ പത്രോസിന്റെ പടകിൽ ഒരിക്കൽ യേശു കടന്നു ചെല്ലുവാനായിട്ടിടയായി തീർന്നു. വചനപ്രഭാഷണത്തിന് ശേഷം പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ പടകിൻ്റെ വലത്തുഭാഗത്തേക്ക് വല വീശുക എന്ന് പറഞ്ഞു. പത്രോസ് പറയുന്നത്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കുന്നു എന്ന് പറഞ്ഞ് ഇറക്കി അവൻ പെരുത്ത മീൻകൂട്ടം അവന് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ സന്ദേശം, ഇതിലകത്തൂടെ നമുക്ക് ലഭിക്കുന്നതായ ഒരു സന്ദേശം, വലിയവനായിരിക്കുന്ന ദൈവം നമ്മുടെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു തന്നാൽ അതൊരു അനുഗ്രഹത്തിൻ്റെ വഴിയായിരിക്കും. നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ധനവും മാനവും പുരാതന സമ്പത്തുമുള്ളവനായ വലിയവനായിരിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉപജീവന മാർഗത്താൽ എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവിൽ ഞാനൊരു സന്ദേശം പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ ഉപജീവന മാർഗങ്ങൾ തുറക്കുന്നതായ നാളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.